ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മോഹിനി പോയതിന് ശേഷം മുത്തശ്ശിയും പ്രതാപനും അടുക്കളയിൽ ചെന്ന് വിഷം പുരട്ടിയതാണ് എന്നറിയാതെ ആ പലഹാരം എടുത്ത് ആർത്തിയോടെ കഴിക്കുന്നു. മോഹിനി കൊണ്ടുപോയിരിക്കുന്ന പലഹാരം കഴിച്ചാൽ ലക്ഷ്മി മാത്രമല്ല ആ അനന്തവും ലേഖയും ഒക്കെ നെട്ടോട്ടോടും. മോഹിനിയും അത് കഴിക്കുകയാണെങ്കിൽ അത്രയും നന്നായി. പിന്നെ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ആരും ഉണ്ടാവില്ല. അവളുടെ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ കരുണമോള് പടക്കം പൊട്ടിക്കാൻ കാത്തിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. പിന്നീട് മോഹിനി കൊണ്ടുവന്നിരിക്കുന്ന പലഹാരം കണ്ണനും മഹിയും അനന്തവും ലേഖയൊക്കെ സ്നേഹത്തോടെ പങ്കിട്ട് കഴിക്കുന്നു. ശത്രുക്കളുടെ തന്ത്രങ്ങൾ മുൻകൂട്ടി അറിയാനും ഇയാൾക്കും കുഞ്ഞിനും അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് എൻ്റെ വ്യക്തിത്വം പണയം വയ്ക്കുന്ന ഈ നാടകം ഞാൻ കളിക്കുന്നതെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം വിഷപലഹാരം കഴിച്ച പ്രതാപനും മുത്തശ്ശിക്കും വയറിന് കേട് സംഭവിച്ച് അവർ നെട്ടോട്ട് ഓടുന്നുണ്ട്. അവളെ തകർക്കാൻ നോക്കിയിട്ട് അതെല്ലാം നമുക്ക് തന്നെയാണല്ലോ പ്രതാപ തിരിച്ചടിയാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ അമ്മേ. നമ്മളെല്ലാം കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടല്ലേ ഇന്നലെ ഉറങ്ങാൻ പോയത്. ഇനി മോഹിനി എങ്ങാനും നമ്മൾ ചെയ്യുന്നത് കണ്ടോ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ പ്രതാപ. നമ്മളെ ആശുപത്രിയിൽ പോകാൻ പോലും ആരും ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ടുപേരും കൂടി നിലവിളിച്ച് കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയും കൂട്ടി പുറത്തു പോകാനായിട്ട് തുടങ്ങുന്നു. ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഹെയർ സ്റ്റൈലിലും ലുക്കിലും ഒക്കെ മാറ്റം വരുത്തിയിട്ടാണ് കണ്ണൻ മഹിയെയും കൂട്ടി പോകുന്നത്. കണ്ണൻ്റെ അടിപൊളി ലുക്ക് കണ്ട് ലേഖയും അനന്തവും ഒക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകുമ്പോൾ പെട്ടെന്ന് കണ്ടാൽ ആരും തിരിച്ചറിയാൻ പാടില്ല. അതിന് മറ്റൊരാളുടെ സഹായം കൂടി ഞാൻ തേടിയിട്ടുണ്ടെന്ന് കണ്ണൻ പറയുമ്പോൾ അതാരാണെന്ന് ലേഖയും അനന്തവും ചോദിക്കുമ്പോൾ മാർക്കോ, അവൻ ഞങ്ങളെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഏതായാലും കണ്ണേട്ടൻ ഈ ലുക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ എന്ന് തോന്നുന്നുണ്ടെന്നും ലേഖ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണൻ മഹിയെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ലേഖയും അനന്തവും അവർ പോകുന്നതെല്ലാം സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് അഗസ്ത്യകൂടത്തിൽ വെച്ച് മേഘൻ സാഗറിനെ കാണുന്നു. അപ്പോൾ സാഗറിനെ കാണുന്നതും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് മേഘൻ. തുടർന്ന് സാഗറിൻ്റെ നേരെ പാഞ്ഞു ചെല്ലുകയാണ്. അപ്പോൾ മേഘനോടായിട്ട് സാഗർ ചോദിക്കുന്നുണ്ട്, നിനക്ക് മാർക്കോയുടെ കയ്യിൽ നിന്നും കിട്ടിയതൊന്നും പോരടാ. എന്നെ എന്തെങ്കിലും ചെയ്തെന്ന് മാർക്കോയെ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പിന്നെ നിൻ്റെ അച്ഛനെ പോലെ നീ വീൽ ചെയറിലായിരിക്കും. ഇപ്പോഴും നിനക്ക് നേരെ നിൽക്കാനൊന്നും ആവതില്ലല്ലോടാ എന്ന് പറയുമ്പോൾ ഇത്ര ആവത് മതി എനിക്ക് നിന്നെപ്പോലെ ഒരുത്തിനെ പഞ്ഞിക്കിടാൻ. എൻ്റെ ഭാര്യയെ തട്ടിയെടുത്ത് നിന്നെ ഞാൻ തട്ടിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ സാഗറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇതേ സമയം മേഘനെ ഞെട്ടിച്ചുകൊണ്ട് മഞ്ജു അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. മഞ്ജു ആണെങ്കിൽ മേഘന് കണക്കിന് കൊടുത്തു വിടുന്നുണ്ട്. താൻ എന്താ കരുതിയത്, സാഗരേട്ടനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുവരാമെന്നോ? ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും തൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഞാൻ വരില്ല. ഇനി മേലാൻ എൻ്റെ സാഗരേട്ടൻ്റെ നേരെ താൻ കൈയോങ്ങി കഴിഞ്ഞാൽ താൻ ജീവിതകാലം മുഴുവൻ അഴിക്കുള്ളിലാണ്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ താൻ പിന്നെ പുറം ലോകം കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘന് കണക്കിന് കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ മഞ്ജു. പിന്നീട് വിഷപ്പലഹാരം അകത്ത് എന്ന് അവശ്യ നിലയിലായ പ്രതാപനെയും മുത്തശ്ശിയും അറിഞ്ഞു കേട്ട് കരുണയും ഉണ്ണിയും തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ കരുണയ്ക്കാണെങ്കിൽ അവരുടെ കിടപ്പ് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ലക്ഷ്മിയുടെ കുഞ്ഞ് പോയതുമില്ല, തൻ്റെ അച്ഛനും മുത്തശ്ശിക്കും തന്നെയാണ് ആ ഒരു തിരിച്ചടി കിട്ടിയത് എന്നാലോചിച്ച് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ കരുണയ്ക്ക്. ശേഷം കണ്ണൻ പറയുന്നുണ്ട്, നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയവരെ തനിക്കൊന്ന് കാണണ്ടേ, താൻ പോയി അവരെ ഒന്ന് കണ്ടിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ മഹിയെ കണ്ട് രണ്ടുപേരും ചൂളി പോകുന്നുണ്ട്. പലഹാരത്തിൽ വിഷം കലർത്തി എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഈശ്വരൻ എൻ്റെ കൂടെയാണ്, അതുകൊണ്ടാണ് അതെല്ലാം നിങ്ങളുടെ വയറ്റിലേക്ക് തന്നെ പോയത്. നിങ്ങൾ ചെയ്തത് എത്ര വലിയ ക്രിമിനൽ കുറ്റമാണെന്നറിയോ? ഇതുവരെ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കുഞ്ഞിനെയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയത്. നിങ്ങൾക്കെതിരെ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഈ ക്രൂരത കാരണം തന്നെയാണ് കരുണയ്ക്കും അവളുടെ കുഞ്ഞിനെ നഷ്ടമായത്. പ്രാകൃതമായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ച് മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിക്കും കണക്കിന് കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി വേറൊരാളോടൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുന്നതെല്ലാം നമ്മുടെ ഉണ്ണി യാദൃശ്ചികമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ണനാണെന്ന്, കണ്ണൻ്റെ ആ ഹെയർ സ്റ്റൈലും മുഖമൊക്കെ കണ്ടിട്ട് ഉണ്ണിക്ക് മനസ്സിലാക്കാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ ഉണ്ണി ചിന്തിക്കുന്നുണ്ട്, ഇയാൾ തന്നെയായിരിക്കും ഇവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ.
എന്തായാലും കണ്ണേട്ടനേക്കാൾ എത്രമാത്രം യോഗ്യനാണ് ഇയാൾ. വെറുതെയല്ല ഇവർ കണ്ണേട്ടനെ ഉപേക്ഷിച്ച് ഇയാളോടൊപ്പം പോയത്. ഇനി ഇയാളായിരിക്കില്ലേ കമ്പനിയും സ്വത്തുക്കളൊക്കെ നോക്കി നടത്താനായിട്ട് പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് ഉണ്ണി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ അത് കണ്ണനാണെന്ന് മനസ്സിലാക്കാനൊന്നും കഴിയുന്നില്ല. അങ്ങനെ ശത്രുക്കളുടെ എല്ലാം കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ നാടകം തുടരുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം ഉണ്ണി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിലെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്